ഈ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വയറ് എത്ര സമയമെടുത്തായിരിക്കും സുമയ്യയുടെ ഉള്ളിലോട്ട് കയറി പോകുന്നത്? അത്രയും സമയം ഇവരെന്ത് ചെയ്തു? അതോടൊപ്പം ഈ ശബ്ദം തിരിച്ചു കിട്ടിയത് 2 മാസത്തിന് ശേഷം അവിടെ, അതായത് ഈ വയറുള്ളത് ഹൃദയത്തോട് ചേർന്ന ഈ സ്ഥലത്താണ്. ഹൃദയത്തോട് ചേരുമ്പോൾ ഇത് എങ്ങനെ അവിടെ എത്തി എന്നതാണ് അവിടെ മറ്റൊരു സംഗതി. അങ്ങനെ സംശയങ്ങൾ കുടുംബത്തിനുണ്ട്. സബീർ, ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നുണ്ടായിരുന്നു സുമയും ബന്ധുക്കളും അടക്കമുള്ളവർ. ഇത്രയും വലിയ പിഴവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അവിടെയുള്ള ഒരു സമീപനം എന്തായിരുന്നു? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പരാതിയുമായി DMO ഓഫീസിൽ, അത് ആദ്യം പോയത് നമ്മുടെ ഡയറക്ടർ ഓഫീസിലാണ്. ആ ഡയറക്ടർ ഓഫീസിൽ പോയപ്പോൾ അവിടെ പറഞ്ഞത് നിങ്ങൾ DMO ഓഫീസിലാണ് പരാതി കൊടുക്കേണ്ടത്, അതിനുശേഷം നിങ്ങൾ ഡയറക്ടർ ഓഫീസിൽ അവിടെ നിന്ന് പരാതി ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ പത്രക്കുറിപ്പ് വന്നപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ഡയറക്ടറിന് യാതൊരുവിധ പരാതിയും കൊടുത്തിട്ടില്ല എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി ഇന്നവിടെ പോയത്. ഇന്നവിടെ പോയപ്പോൾ ഡയറക്ടർ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടാനാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഡയറക്ടറെ കണ്ടിട്ടേ പോകൂ എന്നുള്ള തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഡയറക്ടർ ഓഫീസിൽ ഇരിക്കുകയും അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഡയറക്ടർ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഡയറക്ടറെ നിയമിക്കുകയും അവിടെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അവിടെ പറഞ്ഞത്, നമ്മൾ പരാതി നേരിട്ട് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ പരാതി ഔദ്യോഗികമായി ഇപ്പോഴാണ് തന്നത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് നടപടി ഉണ്ടാകും. ഞാൻ പറഞ്ഞത്, ഇന്നലെ DMOയ്ക്ക് പരാതി കൊടുത്തു. ഈ വാർത്ത വന്നിട്ട് 24 മണിക്കൂറിന് ശേഷം ഡോക്ടറിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു. നിലവിൽ ഒരു പരാതി കൊടുത്തത് കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് സുമയ്യ പരാതി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. അല്ലാതെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു തീരുമാനപ്രകാരം ഡോക്ടറിനെതിരെ യാതൊരുവിധ നടപടിയും എടുത്തില്ല. അല്ല. പിന്നീട് ഇത് ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടർ ഇപ്പോഴും ഇന്നും രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 2 വർഷങ്ങൾ മുമ്പ് നടന്ന സർജറിയുമായി ബന്ധപ്പെട്ട് സമിതി രൂപീകരിച്ചപ്പോൾ, അതായത് ഈ സുമയ്യയുടെ ഉള്ളിൽ ഈ 50 സെൻറ്റിമീറ്റർ ട്യൂബ് ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും ഈ സമിതി രൂപീകരിക്കുമ്പോൾ ആ സമിതിയിലെ ഒരു അംഗം കൂടിയാണ് ഈ രാജീവ് ഡോക്ടർ. അതായത് രാജീവ് ഡോക്ടർ മാത്രമല്ല കുറ്റക്കാര്. ഇത്രയും ദിവസം, അതായത് ഇതറിഞ്ഞിട്ട് പോലും പുറത്ത് പരാതി കൊടുക്കണ്ട എന്നും ഇതിനെ പൂർണ്ണമായി ഏറ്റെടുക്കാമെന്നും പറഞ്ഞ് സുമയ്യ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടതിൽ പങ്കാളികളായത് ഈ ജനറൽ ഹോസ്പിറ്റലിലെ രാജീവ് ഡോക്ടർ മാത്രമല്ല, ഈ വിദഗ്ധ സമിതി അംഗങ്ങളും ആരോഗ്യവകുപ്പും ഇതിൽ കൃത്യമായി പങ്കുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് പോലും യാതൊരുവിധ ഇടപെടലും ഈ ആരോഗ്യ വകുപ്പിൽ നിന്നും ഈ വിദഗ്ധ സമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പരാതി കൊടുത്തത്. അതിനു മുമ്പ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഈ സുമയ്യയുടെ അമ്മയ്ക്കും സുമയ്യക്കും കഴിഞ്ഞില്ല. കാരണം നിരന്തരമായി ഇവർ വിളിക്കുകയും ഇത് പരാതി കൊടുക്കണ്ട എന്ന സമാധാന വാക്കുകൾ പറഞ്ഞ് മാറ്റി വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ പരാതി കൊടുത്തതിന് ശേഷം, അതായത് അതായത് ബന്ധു നിലയ്ക്ക് എൻ്റെ പരാതി പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിച്ചു. അതിനുശേഷം ഡോക്ടർ ഈ സുമയ്യയെയും സുമയ്യയുടെ അമ്മയെയും വിളിക്കാറില്ല. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ പറയാറുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സുമയ്യയുടെ അമ്മയും സുമയ്യയും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ എന്നെ സമീപിച്ചത്. അതിനുശേഷമാണ് ഈ പരാതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും നീതി വേണം, സുമയ്യക്ക് നീതി കിട്ടിയേ പറ്റൂ. കാരണം ഒരു മറുപടി കൂടി ഏറ്റവും പ്രധാനമാണല്ലോ സബീർ. അതായത്
ഇപ്പോൾ നേരത്തെ ഹർഷിൻ്റെ ഒക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അന്വേഷണം ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ സമയം മുഴുവനുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇതിന് പരിഹരിക്കാൻ കഴിയുക? തുടർ ചികിത്സയ്ക്ക് സർക്കാർ സംവിധാനം ഒരുക്കുമോ? ഇതിപ്പോൾ എയിംസിലേക്കൊക്കെ പോകേണ്ടി വരുമോ? വളരെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് പോയിരിക്കുന്നു. വളരെ സാങ്കേതികമായ സഹായങ്ങൾ ആവശ്യമുള്ള നിലയ്ക്ക് ആരോഗ്യ രീതി മാറിയിരിക്കുന്നു തുടങ്ങി ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചൊരു മറുപടി വേണ്ടേ? എങ്ങനെയാണ് അതിന് സംവിധാനം ഒരുക്കുക എന്നതടക്കം? തീർച്ചയായിട്ടും. എന്തായാലും സുമയ്യക്ക് കേരളത്തിൽ പുറത്തായിരുന്നാൽ പോലും കൃത്യമായിട്ട് ഒരു വിദഗ്ധ ചികിത്സ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പൂർണ്ണമായും ചെലവും സർക്കാരും ആരോഗ്യവകുപ്പും ചെയ്യേണ്ടതുണ്ട്. അത് ഒരു കുടുംബത്തിൻ്റെ ബന്ധു നിലയ്ക്കാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വലിയൊരു ബാധ്യത സുമയ്യയുടെ കുടുംബത്തിനുണ്ട്. കാരണം സർജറിക്ക് ശേഷം നിരന്തരമായി ചികിത്സയിലാണ്. ആ സാമ്പത്തിക പ്രശ്നം കാരണം സുമയ്യയുടെ ഹസ്ബൻഡ് വരെ നിലവിൽ ഇവിടെ നിന്ന് വിദേശത്ത് പോവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. സാധാരണ ഒരു കൂലിവേല ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന സുമയ്യയുടെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ഈ രോഗം കാരണം ഉണ്ടാകുകയാണ് ചെയ്തത്. സുമയ്യക്ക് ഇപ്പോഴും ശ്വാസം മുട്ടൽ, അതായത് ഈ ലൈവ് ചാനലിൽ വന്നിരുന്ന് പറയുവാനുള്ള ശ്വാസം മുട്ടൽ ഇപ്പോഴുണ്ട്. കാരണം കൂടുതൽ നേരം സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം സർജറി ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് സ്വന്തം ശബ്ദം വരെ തിരിച്ചു കിട്ടിയത്. നമുക്ക് വ്യക്തമായ ഒരു കാരണം അറിയണം. കാരണം നിലവിൽ തൈറോയ്ഡ് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗി ഏകദേശം 8 ദിവസത്തോളം ICUവിൽ കടന്നു. അവിടെ നമുക്കൊരു സംശയമുണ്ട്. കാരണം തൈറോയ്ഡ് രോഗി അവിടെ സർജറി കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസത്തിനുള്ളിൽ ICUവിൽ നിന്ന് പുറത്തിറക്കാറുണ്ട്. പക്ഷേ ഇവിടെ സുമയ്യ 8 ദിവസം വരെ ICUവിലുണ്ടായിരുന്നു. അതോടെ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ മാത്രമല്ല അനസ്തേഷ്യ ഡോക്ടറും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഈ അനസ്തേഷ്യ ഡോക്ടർ കഴിഞ്ഞ നാളുകളിൽ സൂയിസൈഡ് ചെയ്തെന്നാണ് ഞാൻ അറിയുന്നത്. കാരണം സൂയിസൈഡ് ചെയ്തിട്ട് 2 വർഷം ഉള്ളിൽ എന്തായി, സർജറിക്ക് ശേഷമാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഡോക്ടർ ഈ സർജറിക്ക് നേതൃത്വം കൊടുത്തെങ്കിലും അതിനെ കൂടുതൽ പരിഗണിക്കാതെ മാറി നിന്നുകൊണ്ട് ഇവർ ബാക്കിയുള്ള ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു എന്നതാണ്. മറ്റൊരു സംശയം, ഈ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ വയറ് എത്ര സമയമെടുത്തായിരിക്കും സുമയ്യയുടെ ഉള്ളിലോട്ട് കയറി പോകുന്നത്? അത്രയും സമയം ഇവരെന്ത് ചെയ്തു? അതോടൊപ്പം ഈ ശബ്ദം തിരിച്ചു കിട്ടിയത് 2 മാസത്തിന് ശേഷം അവിടെ, അതായത് ഈ വയറുള്ളത് ഹൃദയത്തോട് ചേർന്ന ഈ സ്ഥലത്താണ്. ഹൃദയത്തോട് ചേരുമ്പോൾ ഇത് എങ്ങനെ അവിടെ എത്തി എന്നതാണ് അവിടെ മറ്റൊരു സംഗതി. അങ്ങനെ സംശയങ്ങൾ കുടുംബത്തിനുണ്ട്. ഇതൊക്കെ ഡോക്ടർമാരോട് ചോദിച്ചില്ലേ? ഇത് ഈ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളും എങ്ങനെയാണ് ഇത് ഉള്ളിലെ പോയത് എന്നും തുടങ്ങിയ കാര്യങ്ങളൊന്നും ഡോക്ടർമാരോട് ചോദിച്ചില്ലേ? ഇത് പോയ കാരണം ഡോക്ടർ പറയുന്നത് നിലവിൽ രക്തക്കുഴൽ, അതായത് രക്തമടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മെയിൻ വയർ, അതായത് നമ്മുടെ രക്തക്കുഴൽ രക്തം പെട്ടെന്ന് പമ്പ് ചെയ്യുന്നതിന് വേണ്ടി അവർ ചെയ്തതാണ്. അതിനുവേണ്ടി അപ്പോൾ ഒരു ചെറിയൊരു കയ്യബദ്ധം പറ്റിയെന്ന രീതിയിലാണ് ഡോക്ടർമാർ സംസാരിക്കുന്നത്. രാജീവ് ഡോക്ടർ സംസാരിച്ചത്.